നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. കളി കഴിഞ്ഞിട്ട് കരയുന്ന യാൻ കൂട്ടോ. അമാതിരി പണിയല്ലേ വിനി ജൂനിയറും സംഘവും ഇന്നലെ ചെയ്തു കൂട്ടിയത്. ജിറോണയുടെ ഈ സീസണിലെ കുതിപ്പിന് പിന്നിൽ പ്രധാന ശക്തികളിൽ ഒരാൾ യാൻ കൂട്ടോ തന്നെയാണ്. ബ്രസീലിയൻ താരം, റൈറ്റ് ബാക്ക് പൊസിഷനിൽ കളിക്കുന്ന യാൻ കൂട്ടോ. പക്ഷേ ഇന്നലെ അത്ര മികച്ചൊരു പെർഫോമൻസ് അദ്ദേഹത്തിന് നടത്താൻ പറ്റിയില്ല. ബ്രസീലുകാരനായിട്ടുള്ള വിനി ജൂനിയർ നിറഞ്ഞാടുന്ന കാഴ്ച നമ്മൾ ആ കളിയിൽ കണ്ടു. വിനി ജൂനിയറുടെ ഒരു ഗോളും അതുപോലെ അദ്ദേഹത്തിൻ്റെ 2 അസിസ്റ്റുകളും ഒക്കെ വന്നപ്പോൾ ഏകപക്ഷീയമായ 4 ഗോളുകൾക്കാണ് റയൽ മാഡ്രിഡ് ജിറോണയെ തകർത്ത് തരിപ്പണമാക്കിയത്. കളി കഴിഞ്ഞിട്ട് യാൻ കൂട്ടോ കരയുന്ന കാഴ്ച. അദ്ദേഹം ഒരു പെനാൽറ്റി കമ്മിറ്റ് ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഭാഗ്യത്തിന് അത് ഹൊസേലുവിന് ഗോളാക്കാൻ കഴിഞ്ഞില്ല. യൂളറാണ് ഒരു പെനാൽറ്റി വിൻ ചെയ്തിരുന്നത്. അതിന് പെനാൽറ്റി കമ്മിറ്റ് ചെയ്തു, പൊസിഷൻ ലോസ്റ്റ് ആവുന്നു, ഡ്യുവൽസിൽ അത്ര മികവ് കാണിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെയൊക്കെ തൻ്റെ നിലവാരത്തിനൊത്ത് കളിക്കാൻ കഴിയാതെ വന്നപ്പോഴാണ് യാൻ കൂട്ടോ കളി കഴിഞ്ഞിട്ട് കരയുന്നൊരവസ്ഥയുണ്ടായത്. സാവിയൊക്കെ വന്ന് ആശ്വസിപ്പിക്കുന്ന കാഴ്ച നമ്മൾ കളിക്കളത്തിൽ ഇന്നലെ കണ്ടു. യാൻ കൂട്ടോയുടെ ഇന്നലത്തെ പ്രകടനത്തിൻ്റെ കണക്കെടുത്താൽ 90 മിനിറ്റ് കളിച്ചിട്ട് അദ്ദേഹം 2 ക്ലിയറൻസുകളാണ് നടത്തിയത്, 3 ടാക്കിളുകൾ, 6 തവണ അദ്ദേഹത്തെ ഡ്രിബിൾ ചെയ്ത് എതിർ താരങ്ങൾ കടന്നുപോയി. ഒരു പെനാൽറ്റി അദ്ദേഹം കമ്മിറ്റ് ചെയ്യുന്ന അവസ്ഥയുണ്ടായി. 13 ഗ്രൗണ്ട് ഡ്യുവൽസിൽ പകുതി പോലും വിൻ ചെയ്യാൻ കഴിഞ്ഞില്ല. 5 എണ്ണമാണ് വിൻ ചെയ്തത്. 11 തവണ പൊസിഷൻ നഷ്ടമായി. 2 ഫൗളുകൾ അദ്ദേഹം കമ്മിറ്റ് ചെയ്യപ്പെട്ടു. അതുപോലെ തന്നെ 71 ടച്ചുകൾ ഉണ്ടായിരുന്നു. പാസിംഗ് ആക്യുറസിയിൽ അദ്ദേഹം ഓൾമോസ്റ്റ് മികച്ച പ്രകടനം നടത്തിയിട്ടുണ്ട്. 48 പാസുകൾ 43 ലക്ഷ്യത്തിലേക്ക് എത്തിച്ച് 90% പാസിംഗ് ആക്യുറസി അദ്ദേഹം കൈവരിച്ചിട്ടുണ്ട്. 3 ക്രോസുകളൊന്നും കൃത്യമായിരുന്നില്ല. ഇങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു പെർഫോമൻസിൻ്റെ കണക്കുള്ളത്. ഏതായാലും കളി കഴിഞ്ഞിട്ട് യുവതാരം കരയുന്ന കാഴ്ച അത് കൃത്യമായിട്ട് കാണിക്കുന്നത് വിനി ജൂനിയറും സംഘവും ഇന്നലെ നടത്തിയിട്ടുള്ള ഒരു ആധിപത്യത്തിൻ്റെ തെളിവ് തന്നെയാണ്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.